നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പം തിരുവാതിരയുടെ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പുത്തൻ തിരുവാതിരയാണ്. അതായത് എന്റെ അനിയന്റെ വേളി കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിരയാണ് ഇന്ന്. അപ്പം അതിന്റെ കുറച്ച് ചടങ്ങുകളും പരിപാടികളും ഒക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും സെറ്റ് മുണ്ട് കൊടുത്തിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാനെന്താ എന്റെ സെറ്റ് മുണ്ട് മാറാൻ പോവാണ്. പിന്നെ ഇവിടെ കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കൂടെ അതിന്റെ കൂടെ നമുക്ക് കഴിക്കാന് ഉപ്പുമാവും. ഇന്ന് അരിഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റില്ല. രാവിലെ ഒരു 11:30 മുതൽ പിറ്റേന്ന് രാവിലെ 11:30 വരെ നമുക്ക് അരിഭക്ഷണം കഴിക്കില്ല. അങ്ങനെയാണ് ഇവിടെ ഉപ്പുമാവും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദിവാലിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൂളപ്പുഴുക്കും കൂടെ ഉപ്പുമാവും, റവയും ക്യാരറ്റ്, ഉള്ളി എല്ലാ സാധനങ്ങളും ഇട്ട് ഉപ്പുമാവാം. അതിന്റെ കൂടെ പുളപ്പുഴുക്കും. ഇതാണ് എന്റെ അനിയനും വൈഫും ദേവിക, അനന്തും. ഇന്ന് ഇവരുടെ പുത്തൻ തിരുവാതിരയാണ്. അപ്പം അതിന്റെ പരിപാടികളാണ്. എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങളെ ഒരു അനുഭവം പറയൂ. രാവിലെ തൊട്ടുള്ള ചടങ്ങുകൾ. രാവിലത്തെ ചടങ്ങ് ഞാൻ അറിയാറില്ല. ഞാൻ കുറച്ചു നേരമായിട്ട് വന്നിട്ട് അവരോട് പറയാം. അന്ന് കുറെ ആൾക്കാരുണ്ട്, കുറെ മുത്തശ്ശിമാരുണ്ട്, അമ്മായിമാരുണ്ട്. അപ്പം എല്ലാരും എന്തൊക്കെയോ ശിവപാർവതിമാരുടെ ശിവനും പാർവതിയുടെയും പിറന്നാളായിട്ടല്ലേ ആഘോഷിക്കുന്നത്. അനന്തുവിന്റെയും ദേവികയുടെയും പുത്തൻ തിരുവാതിരയാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. എല്ലാ ബന്ധുജനങ്ങളും വളരെ സന്തോഷപൂർവ്വം ഒത്തുചേർന്നിരിക്കുന്ന ഒരവസരമാണ് ഇത്. തിരുവാതിരയായിട്ട് എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ആചാരങ്ങളും ചടങ്ങുകളും എന്തിനാ നടത്തുന്നതെന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു തരാനുള്ളത് അമ്മായിണ്ട്, മുത്തശ്ശിമാരുണ്ട്, പിന്നെ ചെറിയമ്മമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വർഷങ്ങളായിട്ട് ഇതിന്റെ ആചാരങ്ങളൊക്കെ നടത്തി വരികയാണ്. അപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്ക് കൂടി അതൊക്കെ അറിയണമെന്നുണ്ട്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? മഹാദേവന്റെ പിറന്നാൾ ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഐതിഹ്യം. ആ ദിവസം തന്നെയാണ് മഹാദേവന്റെ വിവാഹ സുദിനവും എന്നാണ് ഐതിഹ്യം. ഇതുവരെ ഞങ്ങളൊക്കെ കേട്ടത്. പിന്നെ ശ്രീപാർവതി 3 വയസ്സ് മുതൽ തന്നെ പുല്ലും ചമതയൊക്കെ ഉള്ള കാട്ടില് തപസ്സിരുന്നിട്ട് ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം. ആ തിരുവാതിര മകേരിയവും തിരുവാതിരയും കൂടിച്ചേർന്ന സമയത്താണ് ശ്രീപാർവതി ശിവനെ ഭർത്താവായിട്ട് കിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് ആടിപ്പാടി നടന്ന്, വനത്തിലൂടെ ആടിപ്പാടി നടന്ന് പൊയ്കയിൽ കുളിച്ചും തുടിച്ചും ആഘോഷിച്ച് കേശാലങ്കാരങ്ങളും പൊതുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് തിരുവാതിര ആഘോഷിച്ച് ഉറക്കഴിഞ്ഞ ദിവസമാണ് തിരുവാതിര എന്നാണ് ഐതിഹ്യം. അന്നത്തെ ആ ശ്രീപാർവതിയുടെ സന്തോഷം ഇത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ട് കൂടി ഇന്നുള്ള മംഗല്യ സ്ത്രീകൾ ആഘോഷിച്ചു വരുന്നുണ്ട്. മകയിലും മക്കൾക്ക് വേണ്ടിയും തിരുവാതിര ഭർത്താവിന് വേണ്ടിയും ആണ് നോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് മംഗല്യ സ്ത്രീകളായ ആഘോഷങ്ങൾ കൈവിടാതെ ആഘോഷിച്ചു വരുന്നുണ്ട്. ധരിച്ച് ആ സർവ ആഭരണങ്ങളും ഇട്ട് അതിനുശേഷം തിരുവാതിര കളിയൊക്കെ കളിച്ച് എന്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഞാൻ തിരുവാതിര കണ്ടിട്ടുണ്ട്. രേവതി നാൾ മുതൽ ആ മകീരം വരെയാണ് കുളിക്കാറ്. കുളത്തിൽ പോയി എല്ലാ മംഗല്യ സ്ത്രീകളും തുടിച്ച് കുളിച്ച് പുതിയ കുട്ടികളെ കൊണ്ട് നേദിച്ച് പിന്നെ 101 വെറ്റില അടയ്ക്ക പിന്നെ നേദിച്ച് ഓരോരുത്തരും ഒരു 3 കൂട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പാതിര കുടിച്ചോടും. പുഷ്പങ്ങളാണ് ഉണ്ടാവുക. അത് കറുക, മുക്കുറ്റി, കൃഷ്ണക്രാന്തി, മുയൽച്ചെവി, തിരുതാളി. நிலை பெயராது சிலை போலவே நின்று நிலை பெயராது சிலை
അപ്പൊ നമ്മുടെ തിരുവാതിരന്റെ അടുത്ത ഘട്ടം കൂവപ്പൊടി വിറകാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന കൂവയുടെ കിഴങ്ങ് ഊറ്റി അരച്ച് കൂവപ്പൊടിയാക്കിയിട്ട് അത് തിരുവാതിര സമയത്താണ് നമ്മൾ വിറകിയെടുക്കുക. അത് ഈ സമയത്ത് എന്താ പറയാ അരിഭക്ഷണം കഴിക്കാത്തവർക്ക് കൂവപ്പൊടി കഴിക്കുന്നത് ഒരു എനർജി ബൂസ്റ്റർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. കൂവപ്പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെക്കും. എന്നിട്ട് ശർക്കരപ്പാവ് കാച്ചി ശർക്കരപ്പാവ് ഒഴിച്ച് പിന്നെ തേങ്ങ അതിന് വേണ്ട ഇതെല്ലാം ഇവയുടെ കലക്കിയ വെള്ളം ചൂടാകുമ്പോൾ അതിൽ ശർക്കരപ്പാവ് ഒഴിച്ച് നല്ലോണം അടയ്ക്കുക. കൂവയും ശർക്കരയുടെ വെള്ളവും നല്ലോണം ചൂടാകുമ്പോൾ അതിൽ തേങ്ങ ചേർക്കുക. പൂത്തു നിൽ